ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇപ്പൊ ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു റിവ്യൂ ആയിട്ട്, ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ട് നിങ്ങൾ കണക്കാക്കണ്ട. ഞാനിത് എന്റെ ചാനലിന് വ്യൂസ് കൂട്ടാനോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗിമ്മിക്സും ഞാനിവിടെ പറയുന്നില്ല. അങ്ങനെ ഒന്നും നിങ്ങൾ കണക്കാക്കണ്ട. ബിക്കോസ് ഞാനിവിടെ പറയാൻ പോകുന്നത്, ഞാൻ ഇന്ന് രാവിലെ 10:30 മുതൽ ഉച്ചക്ക് 1:30 വരെ, അതായത് 3 മണിക്കൂർ തിയേറ്ററിൽ പോയിട്ട് കണ്ട ആ സിനിമയുടെ ഒരു അനുഭവമാണ്, അല്ലെങ്കിൽ എനിക്കുണ്ടായ ഇമോഷൻസും ഫീലിംഗും ആണ് നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് കുറേ അധികം എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ ആ സമയപരിധി കൊണ്ട് ചിലപ്പോൾ എന്തൊക്കെയോ വിട്ടുപോകും. ആൻഡ് ഞാനിപ്പോൾ ആകെ തന്നെ വേർത്തു കുളിക്കുന്നുണ്ട്. ഇതിന്റെ സെറ്റിങ്സ് പെട്ടെന്ന് ഇപ്പൊ എത്തിയതേ ഉള്ളൂ, അപ്പൊ പെട്ടെന്ന് തന്നെ പറയാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊക്കെ ഒതുക്കി തട്ടി കൂട്ടിയതാണ്. സോ പ്ലീസ് ബെയർ വിത്ത് മീ. ആൻഡ് ആടുജീവിതം എന്ന ആ ഒരു ഒരു ആ ഒരു സിനിമ എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ പോയിട്ട് ഫസ്റ്റ് ഷോ ഹൗസ്ഫുള്ളായി എല്ലാവരെയും കൂടെ ഇരുന്ന് കാണാൻ പറ്റിയതിന്റെ വലിയൊരു സന്തോഷം ഞാനിപ്പോ നിങ്ങളെ മുന്നിൽ അറിയിക്കുകയാണ്. എന്താ പറയാ, നമുക്ക് ആടുജീവിതത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ സിനിമയെ കുറിച്ച് എങ്ങനെയുള്ള സിനിമയാണ്, ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അതിന്റെ ബാക്കിൽ പ്രവർത്തിച്ചവര്, പിന്നെ ഇത് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറിയാണ്, എല്ലാം നമുക്കറിയാം. സോ അതുകൊണ്ട് തന്നെ ഈ സിനിമക്ക് വേണ്ടിയിട്ട് ഒരാഴ്ച മുമ്പേ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാത്തിരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. സോ ഈ സിനിമ കാണാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു റിക്വസ്റ്റ് ആണ്. നിങ്ങൾ ഈ സിനിമക്ക് മാനസികമായി നിങ്ങളൊന്ന് തയ്യാറെടുത്തിട്ട് നിങ്ങൾ പോവുക. അതായത് സാധാരണ ഒരു സിനിമ കാണുന്ന ഫീലിംഗ് അല്ലാതെ, ആ ഒരു തയ്യാറെടുപ്പ് അല്ലാതെ, നിങ്ങൾ ഈ സിനിമയെ കുറിച്ച് ഏത് തരത്തിലുള്ള സിനിമയാണ് അറിയാത്തവർക്കായിട്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ അറിയാത്തവരാണെന്നെങ്കിൽ ഈ സിനിമ ആരാണ് സംവിധാനം ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള സിനിമയാണ്, എന്താണ് ഈ സിനിമ ഉണ്ടാക്കാനുള്ള ആ ഒരു ഉത്തേജനം, ഏത് കഥയാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്, ഒന്നൊന്ന് ശ്രദ്ധിച്ചിട്ട് ആ ഒരു മാനസികാവസ്ഥ നിങ്ങൾ തയ്യാറെടുത്തുകൊണ്ട് സിനിമ തിയേറ്ററിലേക്ക് പോവുക. എന്നിട്ട് ആ 3 മണിക്കൂറുള്ള സിനിമ നിങ്ങൾ അനുഭവിക്കുക. അതാണ് എനിക്ക് പറയാം. സിനിമ കാണുന്നതിനും ഉപരി നിങ്ങൾ ആ സ്ക്രീനിൽ വരുന്ന ആ ഒരു അതുല്യ നടന്മാരുടെ പെർഫോമൻസും ടെക്നിക്കാലിറ്റിയും അതുപോലെ ആ ഒരു സ്ക്രീൻ പ്ലേയും, അല്ലെങ്കിൽ അതൊരു അനുഭവമാണ്. ആ അനുഭവം നിങ്ങളുടെ തിയേറ്ററിൽ പോയിട്ട് കുടുംബസമേതം പോകണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വീട്ടിൽ അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, അനിയത്തിമാരും ഏട്ടന്മാരും അമ്മാവന്മാരും എല്ലാവരുടെ സിനിമയെ കാണാൻ വേണ്ടിയിട്ട് പറയാ, കുടുംബസമേതം നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണുക. സിനിമയെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് ആദ്യം തന്നെ നജീബ് കയുടെ പേര് പറഞ്ഞു തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് നജീബ് ക ജീവിതത്തിൽ അനുഭവിച്ച കഥ, അല്ലെങ്കിൽ നജീബ് കയുടെ കഥയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത് സിനിമയാണ്. നമ്മളൊരു ഷൂട്ട് ചെയ്ത സംഭവം, അല്ലെങ്കിൽ ആ ടെക്നിക്കാലിറ്റി ഉപയോഗിച്ച് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഒരു സംഭവമാണ്. പക്ഷെ നജീബ് എന്നൊരു മനുഷ്യൻ തന്റെ മനുഷ്യായുസിന്റെ ഒരു ഘട്ടത്തിൽ അനുഭവിച്ച് തീർത്ത കഥയാണെന്ന് ആലോചിക്കുന്ന സമയത്ത് നജീബിക്ക 1000 എന്താ പറയാ, 1000 കൂപ്പുക, നിങ്ങളോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, പക്ഷെ എന്തെങ്കിലും ഒരിക്കൽ നേരിൽ കാണുമെന്നൊക്കെ വിശ്വാസമുണ്ട്. അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൃഥ്വിരാജ് സുകുമാരൻ എന്ന നടനിലേക്ക് ഞാൻ വരും. ആ നടനിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് പൃഥ്വിരാജിന്റെ ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് ഗോകുൽ എന്ന ഒരു നടനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അനുഭവിച്ചത് എന്തോ അത് തന്നെയാണ് ഗോകുലും അനുഭവിച്ചത്. എന്റെ പേരിന്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടതാണ് ഗോകുലിന്റെ പേര് എന്നുള്ളത്. ആ ഗോകുൽ എന്ന ആ ഒരു നടൻ അവതരിപ്പിച്ച ഹക്കീം എന്നൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം എന്താ പറയാ, ആ ഒരു സീൻ എന്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മായുന്നില്ല എന്ന് തന്നെ പറയാം. ഒരുപാട് ഇന്റർവെല്ലിന് ശേഷം ഏത് സീനാണെന്നും ഞാൻ പറയുന്നില്ല, മരുഭൂമിയിൽ വെച്ചിട്ട് ഒരു സീൻ ഉണ്ട്. ആ സീൻ നമ്മളെ കണ്ണ് നനയിപ്പിക്കും. അത്തരത്തെ രീതിയിൽ ഗംഭീരമായിട്ടുള്ള അഭിനയമാണ് ഗോകുല് കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ ആ എടുത്ത എഫേർട്ടിന് ഗോകുൽ എന്തായാലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു പുരസ്കാരം, ഒരു അർഹതപ്പെട്ട പുരസ്കാരം മൂപ്പറിലേക്ക് എത്തിച്ചേരും തന്നെയാണ് എന്റെ ഒരു പ്രതീക്ഷ. 3 മണിക്കൂറുള്ള സിനിമ ചില ഘട്ടങ്ങളിൽ നമുക്കറിയാം ഇതൊരു സ്ലോ ഫേസിലുള്ള സിനിമയാണ്, ആ ഒരു ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും കുറച്ച് സ്ലോ ഫേസിലായിരിക്കും സിനിമ പോകുന്നത്. എന്നിട്ട് നിങ്ങൾ ആലോചിക്കണം, 3 മണിക്കൂറാണ് ഈ സിനിമയുടെ ദൈർഘ്യം. സോ ആ 3 മണിക്കൂറും നമ്മളെ ഒരു ഹൗസ്ഫുള്ളായ ഒരു തിയേറ്ററിലെ എല്ലാ ആൾക്കാരെയും വളരെ സൈലന്റ് ആയിക്കൊണ്ട് ആ ഒരു ഇമോഷൻസ് വളരെ കറക്റ്റ് ആയിട്ട് ഓരോ പ്രേക്ഷകരിലേക്കും കൺവേ ചെയ്തുകൊണ്ട് നമ്മളെ നെഞ്ച് പൊട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ അയ്യോ നമ്മൾ കണ്ണൊക്കെ പൊത്തിപ്പോകുന്ന രീതിയിൽ, അത്തരത്തിൽ മുഖം ചൊളിക്കുന്ന രീതിയിൽ നമ്മുടെ ഓരോ സെല്ലിനെയും ഇങ്ങനെ ഉത്തേജിപ്പിച്ചു കൊണ്ടുപോകുന്ന കുറെ സീൻസുകളും, അത് 3 മണിക്കൂർ ആ ഒരു എന്താ പറയാ, എവിടെയും വിട്ടുപോവാണ്ട് എൻഗേജിങ് ആയിട്ട് ആ ഇമോഷൻസ് ആണ്. ഈ സിനിമയുടെ ജീവൻ എന്ന് പറയുന്നത് ആ ഒരു ഇമോഷൻസ് ആണ്. ആ ഇമോഷൻസ് വ്യക്തമായിട്ട് ഓരോ ആൾക്കാരിലേക്കും എത്തിച്ചേരുന്നു എന്നുള്ളത് വളരെ വളരെ കയ്യടി കൊടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇതിൽ അഭിനയിച്ച ഓരോ ആൾക്കാരും, പൃഥ്വിരാജിൽ മാത്രം ഞാൻ ഒതുങ്ങി നിൽക്കുന്നില്ല. ഹക്കീമ ഉപയോഗിച്ചപ്പോ ഗോകുലിന്റെ കാര്യം പറഞ്ഞു. അതേപോലെ ഇതിൽ അഭിനയിച്ചിരുന്ന ഫോറിൻ ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്, നമ്മൾ ഇന്റർവ്യൂലൊക്കെ കണ്ടിട്ടുണ്ട്. അവരും അതേപോലെ ഇതിൽ എന്താ പറയാ,
ഇതിൽ ഈ ആടുജീവിതം സിനിമയാക്കാൻ വേണ്ടിയിട്ട് എന്റെ 16 വർഷം മാറ്റിവെച്ച ആ ബ്ലെസി എന്ന അതുല്യ ഒരു ലെജൻഡ് ഡയറക്ടറെ ഞാൻ ഓർക്കുന്നു. അതുമാത്രമല്ല ഈ ഒരു ആടുജീവിതം എന്ന ക്രൂ, മൊത്തത്തിലുള്ള ക്രൂ, എല്ലാ ആൾക്കാരും, ഇതിൽ ഓരോ കയ്യൊപ്പ് പതിച്ച ആൾക്കാരെയും ഈ ഒരു നിമിഷത്തിൽ ഞാൻ എന്താ പറയാ കൈ തൊഴുന്നു. ബിക്കോസ് അവരിത് അർഹിക്കുന്നുണ്ട്. ആ അർഹിക്കുന്ന സമയത്ത് നമ്മളത് കൊടുക്കേണ്ടത്, നമ്മളൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ, മലയാളി സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാർ എന്ന നിലയിൽ നമ്മൾ എല്ലാവരെയും ഓർക്കേണ്ട ഒരു ടൈം കൂടിയാണ്. മലയാള സിനിമ ഇനി അറിയപ്പെടാൻ പോകുന്നത് ചിലപ്പോൾ ഈ ആടുജീവിതം എന്ന സിനിമയുടെ പേരിലായിരിക്കും. നമ്മൾ ഏത് രാജ്യത്ത് നിന്നും ഈ ലോകത്തിന്റെ ഏതൊരു കോണിൽ പോയാലും അഭിമാനത്തോടെ ഓരോ മലയാളിക്കും മറ്റൊരാൾക്ക് മുമ്പിൽ, മറ്റൊരു ദേശത്തിന് മുമ്പിൽ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ആടുജീവിതം. ഇതൊരു കേരളത്തിൽ മാത്രമോ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമോ അല്ലെങ്കിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരു സിനിമയല്ല. ഇതൊരു ഇന്റർനാഷണൽ സിനിമയാണ്. ബിക്കോസ് നമ്മൾ ഒരുപാട് ഇന്റർനാഷണൽ സിനിമ കണ്ട് നമ്മളെ കോരിത്തെരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, അയ്യോ എന്താ ഒരു മേക്കിംഗ്, അല്ലെങ്കിൽ എന്താ ഒരു ആക്ടിങ്, ഇവരൊക്കെ എങ്ങനെ ഇത് സാധിക്കുന്നു, ഇതൊക്കെ എങ്ങനെ എടുത്തു വെക്കുന്നു എന്നുള്ളത് നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്, അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ ഇനി മറ്റുള്ളവർ അത്ഭുതപ്പെടാൻ പോകുന്നതും ഈ മലയാള സിനിമ, ഈ നമ്മുടെ കൊച്ചു മലയാളം ഇൻഡസ്ട്രിയിൽ വന്ന 2024 മാർച്ച് 28 പൃഥ്വിരാജും അതേപോലെ ബ്ലസിയും നമുക്ക് തന്ന ഈ ആടുജീവിതം എന്ന സിനിമ അവര് ഓർക്കും ഈ രീതിയിൽ. ബിക്കോസ് അത്തരത്തിലുള്ള ഒരു പാൻ ഇന്ത്യ എന്നല്ല, പാൻ ഇന്ത്യ എന്നൊക്കെ ചെറുതാണ്, ഇതൊരു ഇന്റർനാഷണൽ ഫിലിമാണ്. ഇനിയിപ്പം ഏതൊക്കെ പുരസ്കാരങ്ങൾ ആരൊക്കെ തേടി വരുന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഒരു സ്റ്റേറ്റ് അവാർഡ്, ദേശീയ അവാർഡ്, അതേപോലെ ഓസ്കാറിന് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല അന്യഭാഷാ ചിത്രത്തിനും ആക്ടിങ്ങിനും ഉള്ള അവാർഡ്, ഓസ്കാർ നല്ല നടനുമുള്ള അവാർഡ്, ഒരു ഡയറക്ടറിലെ അവാർഡ് വരെ നേടിയെടുക്കാൻ പ്രാപ്തമായ ഒരു സിനിമയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തില്, നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലെ, നമ്മുടെ എന്താ പറയാ, നമുക്ക് അനുഗ്രഹമായി മാറിയ ഈ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ. ഇനി നമുക്ക് പറയാനുള്ളത് ആ ഒരു നടനെ കുറിച്ചാണ്, നമ്മുടെ പൃഥ്വിരാജ് സുകുമാരനെ കുറിച്ച് നമുക്ക് പണ്ട് മുതലേ നമ്മൾ പഴയ ഇന്റർവ്യൂലൊക്കെ കണ്ടിട്ട് രാജപ്പൻ എന്നൊക്കെ വിളിച്ചിട്ട് കളിയാക്കിയ ആ ഒരു വ്യക്തി മധുരരാജയിലാണെന്ന് തോന്നുന്നു. ആ ഒരു മധുരരാജയിൽ ഒരു സീൻ ഉണ്ടല്ലോ പണ്ടത്തെ, ഞാൻ ഏട്ടന്റെ പ്രായമാക്കുമ്പോൾ ഞാൻ ഓസ്കാർ മേണിക്കുന്നു പറയുന്നുണ്ട് പൃഥ്വിരാജിന്റെ ക്യാരക്ടർ. ഇന്ന് അത് സത്യമാവുമോ എന്നുള്ളതിന് വരുന്ന ആളുകൾ നമ്മൾ കണ്ടറിയണം. ഒരു ഓസ്കാർ ലെവൽ ആക്ടിങ്, ഒരു പെർഫോമൻസ് ആണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞ ആ ഒരു അതുല്യ പ്രതിഭ കാഴ്ചവെച്ചിട്ടുള്ളത്. നമ്മുടെ അഹങ്കാരം, നമ്മുടെ സ്വന്തം പൃഥ്വിരാജ്, നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം പൃഥ്വിരാജ്, മൂപ്പരുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതുവരെ കണ്ട പൃഥ്വിരാജ് ഒന്നും അല്ല മക്കളെ ഇതിലുള്ളത്. ഇതിൽ ഞാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സീനായിരുന്നു. നമുക്കറിയാം 31 കിലോ ആണെന്ന് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സീനിന് വേണ്ടി ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. നമ്മൾ ഈ പൃഥ്വിരാജിന്റെ ക്യാരക്ടറിലേക്ക് വരുന്ന സമയത്ത്, ആ ഫസ്റ്റ് കാണിക്കുന്ന സമയത്ത് മൂപ്പർക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണാം. ബിക്കോസ് ഫസ്റ്റ് ഒരു തടിയുള്ള ആ ഒരു രൂപമാണ് നജീബായിട്ട് ഗൾഫിലേക്ക് പോകുന്നതും, അവിടെ നിന്ന് ആ ഒരു ട്രാപ്പിൽ അകപ്പെട്ടിട്ടുള്ള പിന്നീട് അങ്ങോട്ടുള്ള സീൻസുകൾ നമുക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കറക്റ്റ് ആയിട്ട് മൂപ്പരുടെ ഫേസിൽ, മൂപ്പരുടെ ആ ഒരു സ്വഭാവത്തിൽ, അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ സ്വഭാവത്തിലും രൂപത്തിലൊക്കെ വ്യക്തമായി പ്രകടമാക്കുന്നുണ്ട്. അങ്ങനെ ഓരോ സീൻ ബൈ സീൻ ഇന്റർവെല്ലൊക്കെ കഴിഞ്ഞ് ഓരോ സീനൊക്കെ മാറി അവസാനം നമ്മൾ ആ ഞെട്ടിക്കുന്ന രൂപം, പൃഥ്വിരാജ് 31 കിലോ കുറച്ചിട്ടുള്ള ആ താടിയൊക്കെ വെച്ച് അവസാനം ആ ഷർട്ട്ലെസ് ആയിട്ടുള്ള ഒരു സീൻ ഉണ്ട്. ആ സീൻ നമ്മളെ കരയിപ്പിക്കും, നമുക്ക് അത്ഭുതപ്പെട്ടു പോയി, നമ്മൾ വിങ്ങലോട് മാത്രമേ ആ സീൻ നമുക്ക് കാണാൻ പറ്റൂ. സോ അദ്ദേഹം അതിനടുത്തുള്ള എഫേർട്ട് എന്ന് പറഞ്ഞത് ഒരു ജീവൻ പണയം വെക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഇതിനായിട്ടുള്ള കഷ്ടപ്പാടുകളും കാര്യങ്ങളും എടുത്തിട്ടുള്ളത്. സോ ദാറ്റ് വാസ് അമേസിങ് എന്ന് പറഞ്ഞാൽ അമേസിങ്. സോ അത്രയും നമ്മളെ കരളലിയിപ്പിക്കുന്ന രീതിയിലാണ് ആ രൂപം കണ്ടപ്പോൾ ഓരോ മനുഷ്യൻ നമ്മൾ കരഞ്ഞു പോകും. നമ്മൾ ത്രൂ ഔട്ട് ഇമോഷൻസ് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഈ സീൻ കാണുന്ന സമയത്ത് അയ്യോ ഒരു രക്ഷയില്ല. സോ ഹാറ്റ്സ് ഓഫ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞ അതുല്യ കലാകാരന് മുമ്പിൽ നമിക്കുന്നു. ഈ സിനിമയിൽ കുറച്ച് സീനുകളുണ്ട്, അതായത് മൊത്തം സിനിമയെ തന്നെ ഇപ്പൊ തന്നെ നമുക്ക് കുറച്ച് ദിവസങ്ങൾ എടുക്കും ഇതൊന്ന് വിട്ടുമാറി ആ ഒരു മായാവലയിൽ നമുക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും വിട്ടുമാറാതെ ഇനി കുറച്ച് നാളുകൾ എടുക്കും ഇത് വിട്ടുമാറാൻ വേണ്ടി. അങ്ങനത്തെ കുറച്ച് സീനുകളുണ്ട്. അതിലൊന്നാമത് ഈ പൃഥ്വിരാജ് നേരത്തെ പറഞ്ഞു ആ ഷെഡ്ലെസ് ആ ഒരു രൂപം കാണിക്കുന്ന ഒരു സീൻ തന്നെ ഭയങ്കരമായിട്ട് നെഞ്ച് പൊട്ടിയ ഒരു സീനായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിലുള്ള സീനുകളും VFX-ഉം, അതേപോലെ ഒരു മണൽക്കാറ്റിന്റെ സീനൊക്കെ ഉണ്ട്, അതേപോലെ ഒരു പാമ്പുകളൊക്കെ വരുന്ന ഒരു സീനുണ്ട്, അതേപോലെ ഈ ഷെഡ്ലെസിന്റെ പൃഥ്വിരാജ് കുമാറിന്റെ പെർഫോമൻസ് സീൻ, അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഗോകുലിന്റെ ഹക്കീം എന്ന കഥാപാത്രത്തിന്റെ ഒരു ഭയങ്കരമായ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു സീൻസും കാര്യങ്ങളൊക്കെ കുറെ ഉണ്ട്. അപ്പൊ അതൊന്നും ഈ സീൻസുകൾ എനിക്ക് പറയണമെന്ന് തോന്നി. ബിക്കോസ് ഇതൊന്നും വിട്ടു മാറുന്നില്ല മനസ്സിൽ നിന്ന്. പെട്ടെന്ന് നമുക്ക് മറക്കാൻ പറ്റാത്ത സീനുകളാണ് ഈ ചിത്രത്തിൽ ഉടനീളം ഉള്ളത്.
ബ്ലസി എന്ന സംവിധായകനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ബിക്കോസ് നേരത്തെ പറഞ്ഞ പോലെ 16 വർഷത്തെ അദ്ദേഹത്തിന്റെ അധ്വാനവും അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷനും ആണ് നമുക്ക് ഈ മലയാള സിനിമക്ക് ആടുജീവിതം കൊണ്ട് തന്നത്. സോ അദ്ദേഹത്തെ എന്താ പറയാ, ഇങ്ങനത്തെ ഒരു ലെജൻഡ് ഡയറക്ടർ നമ്മളെ മലയാളക്കരയിൽ ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് അഭിമാനകരമായ ഒരു ഒരു അനുഭവമാണ്. അതൊരു അങ്ങനത്തെ ഉള്ള ആൾക്കാരെ നമ്മൾ ഒരിക്കലും വിട്ടുകളയരുത്. സോ ഇത്തരത്തിലുള്ള സിനിമ നമ്മൾ മറ്റ് കൊമേഴ്ഷ്യൽ സിനിമകളുമായിട്ട് വരുന്ന സമയത്ത് നമുക്കറിയില്ല ഇത് എത്ര കോടികളാണല്ലോ ഇപ്പൊ കണക്ക്. പക്ഷെ കോടികളിൽ ഉപരി മനസ്സും എല്ലാ പ്രേക്ഷകരുടെയും മനസ്സിനെ ഒരു കവർന്നെടുക്കുന്ന ഒരു സിനിമയാണ്. ഒബ്വിയസ്ലി ഇത്തരം സിനിമകൾ വിജയിപ്പിക്കുന്നത് ഞാൻ നേരത്തെ എന്റെ ചാനൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓരോ മലയാളി പ്രേക്ഷകന്റെയും കടമയാണ്. സോ സധൈര്യം നമ്മൾ ഈ സിനിമക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കുക, ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുക, കാണുക, മറ്റുള്ളവരോട് പറയുക. എന്നിട്ട് നമുക്കൊരു ഇന്റർനാഷണൽ ഫിലിമാക്കി തീർക്കണം ഇത്. എന്നിട്ട് 100 കോടി 200 കോടി 300 കോടി അത് എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഈ സിനിമ വിജയിക്കണം എന്നുള്ളത് ഓരോ മലയാളി പ്രേക്ഷകന്റെയും കടമ. വിജയിപ്പിക്കണം എന്നുള്ളത് ഓരോ മലയാളി പ്രേക്ഷകന്റെയും കടമയാണ്. സോ സധൈര്യം ഉറപ്പായിട്ട് നിങ്ങളെ ഫാമിലി ആയിട്ട് തന്നെ നിങ്ങളുടെ സിനിമ തിയേറ്ററിലേക്ക് പോയിട്ട് ആടുജീവിതം അനുഭവിക്കുക. ഈ സിനിമയിൽ ലാസ്റ്റ് പറയുന്നത് പോലെ ഇത് നജീബിന്റെ മാത്രം കഥയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. ഇതുപോലെ നജീബിനെ പോലെ 10,000 ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഈ ദേശത്തിന്റെ നമ്മുടെ നാട്ടിലെ പല ഭാഗങ്ങളുമായിട്ട് ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് സ്വപ്നങ്ങളുമായിട്ട് പണ്ട് വിമാനം കയറിയിട്ടും കപ്പൽ കയറിയിട്ടൊക്കെ പോയ ആൾക്കാരുടെ ദുരിത കഥയുടെ ഒരു കഥ മാത്രമാണ് ഈ ഒരു ആടുജീവിതം. ഇത് ജീവിതത്തിൽ അനുഭവിച്ച 10,000 ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. അവരുടെ അനുഭവത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. അവരുടെ ത്യാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ത്യാഗങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ആടുജീവിതം. എവ്രി ബ്രെത്ത് ഈസ് എ ബാറ്റിൽ എന്നാണ് ഈ സിനിമയുടെ ടൈറ്റിൽ. അതുപോലെ തന്നെയാണ് ഈ സിനിമയിലെ ഓരോ നിമിഷങ്ങളും കടന്നു പോകുന്നത്. സോ ആ ഒരു യുദ്ധം, ആ ഒരു അനുഭവം നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ അനുഭവിക്കുക കുടുംബസമേതം. സങ്കടകരമായ വാർത്ത എന്ന് പറയുന്നത് ചില ഗൾഫ് രാജ്യങ്ങളിൽ ആടുജീവിതത്തിന്റെ സംപ്രേഷണം അല്ലെങ്കിൽ റിലീസിംഗ് ബന്ദ് ചെയ്തു, റദ്ദാക്കിയെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അത് അവരെ ചെയ്തത് എന്ന് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഇതിൽ ഒരു രാജ്യത്തിനോ അല്ലെങ്കിൽ ഒരു രാജ്യക്കാരെ ഒന്നും കുറച്ച് പറയുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ നാണം കെടുത്തു, അങ്ങനത്തെ യാതൊരു സംഭവമില്ല. ബിക്കോസ് ഇത് മനുഷ്യരുടെ കഥയാണ്. എല്ലാ രാജ്യത്തും ഏത് നാട്ടിലും ഉണ്ടാവും അങ്ങനത്തെ ചില മനുഷ്യർ. സോ ആ മനുഷ്യരുടെ അനുഭവ കഥയാണ്. അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ആൾക്കാരെ ഒരു രീതിയിലും നാണം കെടുത്തുന്ന ഒരു സിനിമയോ അല്ലാതെ അവരുടെ സംസ്കാരത്തെയോ കാര്യങ്ങളെ നിന്ദിക്കുന്ന ഒരു സിനിമയൊന്നും അല്ല. ബിക്കോസ് അത് എങ്ങനെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് നിങ്ങൾ ആ സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും. നമ്മൾ ആ നാട്ടുകാരെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അവരുടെ ആ ഒരു രീതി ഉണ്ടല്ലോ, ആ രീതി എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ സിനിമ കാണുക. അത് കറക്റ്റായിട്ട് ആ സംവിധായകൻ കറക്റ്റായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. സോ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഈ സിനിമ കാണുന്ന സമയത്ത്. സോ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ അഭിമാനമാകാൻ പോകുന്ന ആടുജീവിതം നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. നിങ്ങളെ സിനിമയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സിനിമ കാണാത്ത വ്യക്തിയായിരുന്നെങ്കിലും കൂടി, നിങ്ങൾ ആടുജീവിതം വായിച്ച വ്യക്തിയാണെങ്കിലും കൂടി ഈ സിനിമ, ഈ ഒരു അനുഭവം നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. സോ നജീബിക്ക, പൃഥ്വിരാജ് സുകുമാരൻ and Blasi, thank you so much for giving this wonderful movie and signing off.